അമ്മയും സൂമിനെയും മിൻഹ്വാനെയും കൂട്ടിക്കൊണ്ടൊരു വീടൊക്കെ കാണുവാനായിട്ട് എത്തിയിരിക്കുന്നു. അവനും വീടൊക്കെ മേടിച്ചു തരുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും അമ്മയാകട്ടെ വീട് വാടകയ്ക്കാണ് എടുക്കുവാനായിട്ട് പോകുന്നതെന്ന് അറിയുമ്പോഴത്തേക്കും അവനും ആകെ ഞെട്ടുന്നു. എങ്കിൽ പോലും 2 കൊല്ലം വാടകയ്ക്കൊക്കെ താമസിച്ചതിന് ശേഷം വീട് മേടിച്ചു തരാമെന്നാണ് ഇപ്പോഴമ്മ പറയുന്നത്. വിദേശത്തുള്ള പല സ്ഥലങ്ങളിലും ഹണിമൂണൊക്കെ പോകാമെന്നൊക്കെ ആയിരുന്നു സൂമിനും മിൻഹ്വാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അമ്മയാകട്ടെ അവൾ പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ ദൂരദേശത്തേക്കൊന്നും പോകാനായിട്ട് സാധിക്കുകയില്ല. ഇവിടെയുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുത്താൽ മതിയെന്നാണ് അവരുടെ അടുത്തും പറയുന്നത്. ജ്വല്ലറിയും മറ്റുമൊക്കെ മേടിക്കുവാനായിട്ടുള്ള കടയുടെ മുമ്പിലൊക്കെ സുമിൻ നിൽക്കുന്നുണ്ടെങ്കിലും അമ്മയാകട്ടെ ആ ഒരു കടയൊന്നും മൈൻഡ് പോലും ചെയ്യാതെ പോകുന്നു. ഇനി വെഡിങ്ങിന്റെ സമയത്ത് ഇടുന്ന ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഒരു ഡ്രസ്സൊക്കെ നോക്കുന്നത് സൂമിനായിരുന്നില്ല, മറിച്ച് അമ്മയാണ്. അമ്മയുടെ ഇഷ്ടത്തിനുള്ള വിവാഹ വസ്ത്രങ്ങളും അമ്മയുടെ ഇഷ്ടത്തിനുള്ള വെഡിങ് കാർഡും എല്ലാം തന്നെയാണ് ഇപ്പോൾ കല്യാണത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുമുള്ളത്. അതിനെക്കുറിച്ചൊക്കെ സോമിൻ മിൻഹ്വാന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും അവനും അതിലൊന്നും തന്നെ ഇടപെടാതെയൊക്കെ ഇരിക്കുകയാണ്. സോമനാകട്ടെ ജീവോണിന് വെഡിങ് കാർഡൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ കാണുന്ന ജീവോൺ അത് അപ്പോൾ തന്നെ ചീഹുക്കിന് അയച്ചു കൊടുക്കുന്നു. പക്ഷേ ചീഹുക്ക് കണ്ടതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന എല്ലാ കമ്പനിയിലെ ആൾക്കാർക്കും ഒരു ഇമെയിൽ ഒക്കെ വരികയാണ്. എല്ലാവരും അത് തുറന്നു നോക്കുമ്പോഴത്തേക്കുമാണ് മിൻഹ്വാന്റെ സുമിന്റെ വിവാഹമാണ് നടക്കുവാനായിട്ട് പോകുന്നതെന്ന കാര്യം എല്ലാവരും അറിയുന്നത്. അത് കാണുന്ന കിമ്മും മിൻഹ്വാൻ തന്നെ ചതിക്കുകയായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കുന്നു. കൂടെയുള്ള ടീമിലെ ആളുകളെല്ലാം തന്നെ പറയുമ്പോഴത്തേക്കും ആയിരുന്നു മിൻഹ്വാനും മേലൊക്കെ ചെക്ക് ചെയ്യുന്നത്. മിൻഹ്വാനും ഇപ്പോൾ ഓടി ലീയുടെ അടുത്തേക്കൊക്കെ ചെന്നിട്ട് എന്ത് പരിപാടിയാണ് കാണിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ്. ലീയും കാര്യമൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നിന്റെ വിവാഹം തന്നെയല്ലേ നടക്കുവാനായിട്ട് പോകുന്നത്. സാധാരണഗതിയിൽ ടീമിലുള്ള ആരുടെയും വിവാഹമൊക്കെ നടക്കുകയാണെങ്കിൽ കമ്പനിയുടെ വക ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്നതായിരിക്കും. എല്ലാവർക്കും മെയിലും അയക്കും. ഇത് സർവ്വസാധാരണമല്ലേ എന്നൊക്കെയാണ് ലീ ചോദിക്കുന്നത്. എന്റെ വിവാഹമല്ല നടക്കുവാനായിട്ട് പോകുന്നത്. ഞാൻ പറയാതെ നിങ്ങൾ എന്തിനാണ് മെയിലൊക്കെ അയക്കുവാനായിട്ട് പോയതെന്ന് ചോദിച്ചുകൊണ്ട് മിൻഹ്വാൻ ആകെ ദേഷ്യപ്പെടുമ്പോഴത്തേക്കുമാണ് സ്റ്റാഫും മിൻഹ്വാൻ വിവാഹം കഴിക്കുവാനായിട്ട് പോകുന്നത് മിൻഹ്വാന്റെ ഗേൾഫ്രണ്ടിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ആണെന്നുള്ള കാര്യമൊക്കെ ലീനെയും ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനിയിലെ ബാക്കി ആൾക്കാരുടെ മുഖത്ത് പോലും ഇനി അവനെ നോക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് കൂടി അയാൾ അറിയിക്കുന്നു. നീ മിൻഹ്വാന്റെയും സൂമിന്റെയും കാര്യത്തിൽ അധികം ഇടപെടാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്നൊക്കെ ലീ ജിഹുക്കിന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും ജീവനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അവർ. അങ്ങനെയിരിക്കെ ജീവനെ ബാധിക്കുന്ന ഒരു കാര്യം എന്നെയും കൂടി ബാധിക്കുന്നതായിരിക്കുമെന്നൊക്കെ ജിഹുക്കും അറിയിക്കുന്നു. ജിഹുക്കും ജീവണും ഒന്നിച്ചിരിക്കുന്ന കുറെ അധികം ഫോട്ടോസ് ഒക്കെ ലീയും ഇപ്പോൾ ചെയർമാനെ ഏൽപ്പിക്കുകയാണ്. ഇതുവരെ ചെയർമാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമായിരുന്നു അവൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ മാത്രമാണ് അവനും സ്വന്തം ഇഷ്ടത്തിന് ഒരു കാര്യമൊക്കെ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് അവനെ ഞാനിങ്ങനെ ചിരിച്ചു പോലും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും അവന്റെ ഇമോഷൻസ് ഒക്കെ കണ്ടില്ല എന്ന് വെക്കരുതെന്നൊക്കെയാണ് ലിയും ചെയർമാനോട് പറയുന്നത്. ചെയർമാനും അതിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. മിൻഹ്വാന്റെ ആ ഒരു ഇൻവിറ്റേഷൻ എല്ലാം തന്നെ ചീവുളും ചീഹുക്കിന് അയച്ചപ്പോഴത്തേക്കും ചീഹുക്ക് ആയിരുന്നു HR ടീമിന് ആ ഒരു ഇൻവിറ്റേഷൻ ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആൾക്കാരെല്ലാവരും തന്നെ അവരുടെ വിവാഹത്തെ കുറിച്ച് അറിഞ്ഞതെന്നൊക്കെ ചീഹുക്കും ഇപ്പോൾ ചീവുളിനെ അറിയിക്കുന്നു. എന്റെ ഒപ്പം ഇപ്പോൾ ഒരാൾ ഉണ്ടെന്നൊക്കെ അറിയുമ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് സന്തോഷമാണ് ഉള്ളതെന്നൊക്കെ അവളും അവനെ അറിയിക്കുന്നു. സോമനാണല്ലോ ഇൻവിറ്റേഷൻ ഒക്കെ ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മിൻഹ്വാനും ആകെ ദേഷ്യപ്പെടുകയാണ്. വർക്കിലുള്ള എല്ലാവരും തന്നെ നമ്മൾ വിവാഹം കഴിക്കുവാനായിട്ട് പോകുകയാണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുന്നു. ഇനി ഞാൻ എങ്ങനെയാണ് ജോലിക്ക് പോകുക എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. അതന്നെ എന്നെ വിവാഹം കഴിക്കുന്നത് അത്രയ്ക്ക് മോശപ്പെട്ട കാര്യമാണോ എന്നൊക്കെ സോമനും ഇപ്പോൾ ചോദിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അമ്മയും അവർക്ക് വിവാഹത്തിന് വരുന്നതിൽ എന്താണ് ഇത്ര പ്രശ്നമെന്നും അവനോട് ചോദിക്കുന്നു. നമ്മുടെ കുട്ടീനെ കുറിച്ചെങ്കിലും നീ ഇപ്പോൾ ആലോചിക്കണമെന്നൊക്കെ സുമൻ പറയുമ്പോഴത്തേക്കും മിൻഹ്വാൻ ആകെ ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ ദേഷ്യപ്പെടുമ്പോഴത്തേക്കും മിൻഹ്വാന്റെ അമ്മയും അവനായിട്ട് 2 തല്ലൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ മിൻഹ്വാനെക്കാളും അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് കുഞ്ഞിനെ ആയതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലൊക്കെ അമ്മയും സംസാരിക്കുകയാണ്. സോമനെ വളരെയധികം കെയറോടുകൂടി റൂമിന്റെ അകത്തൊക്കെ കയറ്റി ഇരുത്തിയതിനു ശേഷം ആണുങ്ങൾ എല്ലാവരും കുട്ടികളെ പോലെയാണ്. അതുകൊണ്ട് തന്നെ അവനെ കാണിക്കുന്ന ഒന്നും തന്നെ നീ കാര്യമായിട്ട് എടുക്കണ്ട. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു കുഞ്ഞിനെയാണ് ആവശ്യമായിട്ടുള്ളതെന്നൊക്കെ സോമിനോടും പറയുന്നു. മാത്രമല്ല അമ്മയും ഗർഭിണിയായിരിക്കുന്ന സമയത്ത് കേൾക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള പാട്ടുകളും മറ്റുമൊക്കെ അവൾക്ക് വേണ്ടി വെച്ചു കൊടുക്കുകയാണ്. ഹയോണും വിവാഹത്തിന് പോകുന്നതിനെ കുറിച്ചൊക്കെ ജീവണ് മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും ജീവണും ആ ഒരു വിവാഹത്തിന് പോകുവാനായിട്ട് തയ്യാറാണെന്നൊക്കെ പറയുന്നു. അങ്ങനെയിരിക്കെ ആയിരുന്നു ഉറങ്ങി കിടന്നിട്ടുണ്ടായിരുന്ന ജീഹുക്ക് എനിക്ക് ജീവിക്കുവാനായിട്ട് ആഗ്രഹമുണ്ടെന്നൊക്കെ ഉറക്കത്തിൽ പറയുന്നതും അവൾ കേൾക്കുന്നത്. ജീവണും ജിഹുക്കും കൂടി ചേർന്നിട്ട് അച്ഛനെ കാണുവാനായിട്ട് പോകുകയും അവർ ഒന്നിച്ചൊക്കെ താമസിക്കുകയും ഓഫീസിൽ വെച്ചാകട്ടെ ബാക്കിയുള്ള ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഇവർ തമ്മിൽ വലിയ പരിചയം ഇല്ല എന്നൊക്കെ ഭാവിക്കുന്നുണ്ടെങ്കിലും ആരും അറിയാതെ ക്ലോസ് ആയിട്ടൊക്കെ ഇടപെടുകയും ചെയ്യുകയാണ്. ജീവൻ കല്യാണത്തിന് പോകുവാനായിട്ട് തയ്യാറെടുത്ത് കഴിയുമ്പോഴത്തേക്കും ആയിരുന്നു ജീഹുക്കും അവൾക്ക് വേണ്ടി പണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മാലയൊക്കെ നൽകുന്നത്. ജീവണിന് ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് ആവശ്യമായിട്ടുള്ളതെന്നും അവനപ്പോൾ പറയുന്നു.
അമ്മ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ സൂമിൻ ഇരിക്കുന്നതും. അവൾക്കത് വലുതായിട്ട് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പോലും തന്റെ സൗന്ദര്യം വെച്ചിട്ട് ഇപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്നൊക്കെയാണ് അവൾ ഓർക്കുന്നത്. അമ്മയും ഇപ്പോൾ സൂമിനെ കാണുവാനായിട്ടൊക്കെ എത്തിയിരിക്കുകയാണ്. ഫോട്ടോഗ്രാഫർ എത്തിയിട്ട് ഒന്നിച്ചൊരു ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അമ്മയും അമ്മയുടെ ഡ്രസ്സൊക്കെ അവളുടെ ഡ്രസ്സിന് മുകളിൽ വെച്ചിട്ടൊക്കെയാണ് ഫോട്ടോ എടുക്കുന്നത്. അതായത് കല്യാണ പെണ്ണ് അവളാണെങ്കിലും അമ്മയായിരുന്നു മൊത്തത്തിൽ നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ സൂമിന്റെ അമ്മയാണെന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ അവിടേക്ക് എത്തിക്കുകയാണ്. ട്രാഫിക് കാരണം ലേറ്റ് ആയി പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്ത് സംസാരിച്ചതിന് ശേഷം പിന്നീട് സൂമിന് ഒറ്റയ്ക്കുള്ളപ്പോഴത്തേക്കുമാണ് അവളും പണമൊക്കെ കൊടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരാളാണ് അതേ എന്ന കാര്യമൊക്കെ കാണിക്കുന്നത്. സൂമിൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്ന കള്ളക്കഥകളെല്ലാം തന്നെ പഠിച്ചിട്ടാണ് അമ്മയായിട്ട് ക്യാരക്ടർ എന്ന ആളും ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെ അമ്മേനെ മാത്രം ആയിരുന്നില്ല, ഒരു 11 ഫ്രണ്ട്സിനെയും കൂടി സുമിൻ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ പണം കൊടുത്തുണ്ടാക്കിയ ഫ്രണ്ട്സ് ആണ്. മിൻഹുന്റെ ഫ്രണ്ട് കല്യാണത്തിനൊക്കെ എത്തിയിരിക്കുന്നു. സുമിന് വൈഫ് മെറ്റീരിയൽ അല്ല എന്നൊക്കെയല്ല നീ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എന്നിട്ടൊടുവിൽ അവളെ തന്നെ കെട്ടേണ്ടി വന്നില്ലേ എന്നൊക്കെ ഫ്രണ്ടും അവന്റെ അടുത്ത് ചോദിക്കുകയാണ്. പിന്നെ ബാക്കി ഫ്രണ്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചിലരാകട്ടെ ഇവൻ ചീറ്റ് ചെയ്ത് കല്യാണം കഴിച്ചതെന്നുള്ള കാര്യമൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ കല്യാണത്തിന് വരികയില്ലെന്ന് പറഞ്ഞിരിക്കുകയാണെന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നു. ജീവൺ ഇപ്പോൾ ചേഹുക്കിനൊപ്പം കല്യാണമൊക്കെ കൂടുവാനായിട്ട് എത്തിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ അവളും അവനൊരു കത്തൊക്കെ നൽകുകയാണ്. അത് പണമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് അവനും അത് സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ജീവണെയും കൂട്ടിക്കൊണ്ട് ചിഹുക്ക് പോയി കഴിയുമ്പോഴത്തേക്കും അവളെ കാണുവാൻ എന്ത് ഭംഗിയാണ്, നീ എന്തിനാണ് അവളെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെയാണ് ഫ്രണ്ടും ഇപ്പോൾ ചോദിക്കുന്നത്. മിൻഹ്വാൻ അവൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ലെറ്റർ ഒക്കെ തുറന്നു നോക്കി കഴിയുമ്പോഴത്തേക്കുമാണ് അത് ശരിക്കും പണമായിരുന്നില്ല, മറിച്ച് അവന്റെ പേരിലുള്ള ഒരു കംപ്ലൈന്റ് ആയിരുന്നു എന്ന കാര്യം മനസ്സിലാക്കുന്നത്. ജീവന്റെ കയ്യിൽ നിന്നും അവൻ ഒരുപാട് പണമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ആ ഒരു പേരിൽ അവൾ ഇപ്പോൾ കംപ്ലൈന്റും കൊടുത്തിരിക്കുകയാണ്. സൂമിനെ കാണുവാനായിട്ട് ജീവണും എത്തിയിരിക്കുന്നു. സൂമിന്റെ ആ ഒരു രൂപമൊക്കെ കാണുമ്പോഴത്തേക്കും നേരത്തെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്ന അവളെ തന്നെയാണ് അവൾക്ക് ഓർമ്മ വരുന്നതും. ഈ ഒരു ഡ്രസ്സൊക്കെ കാണുവാൻ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ ജീവൺ പറയുമ്പോഴത്തേക്കും എന്റെ അമ്മായിയമ്മ എനിക്ക് വേണ്ടി എടുത്ത ഡ്രസ്സാണിത്. ആദ്യം എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും അവരുടെ ഇഷ്ടമല്ലേ നമ്മൾ നോക്കേണ്ടത്, ഞങ്ങളിപ്പോൾ വളരെയധികം സ്നേഹത്തിലാണെന്നൊക്കെ പറഞ്ഞ് ജീവന്റെ മുമ്പിൽ അവൾ വലിയ ആളായതുപോലെയൊക്കെ സംസാരിക്കുകയാണ്. ഞാൻ കളഞ്ഞ വേസ്റ്റ് ഒക്കെ പെറുക്കിയെടുത്തതിൽ ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ ജീവണും സൂമിന്റെ അടുത്ത് പറയുന്നു. മാത്രമല്ല നേരത്തെ മിൻഹോൻ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ബാഗൊക്കെ അവളുടെ നേർക്ക് വലിച്ചെറിഞ്ഞതിന് ശേഷം ഇത് നീ വിൽക്കുകയോ അല്ലെങ്കിൽ എടുക്കുകയോ ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ജീവണും പോകുന്നു. ജീവണായിട്ട് തന്നെ മിൻഹോനെ വേണ്ടെന്ന് വെച്ചതായിരുന്നു എന്നൊക്കെ ഇപ്പോൾ സൂമിനും സംശയിക്കുകയാണ്. ഏയ് ഒരിക്കലുമല്ല, മിൻഹ്വാനെ അവൾ ഒരുപാട് സ്നേഹിച്ചതാണ്. പക്ഷെ ഞാനാകട്ടെ മിൻഹ്വാനെയും അവന്റെ ഫാമിലിനെയും അവളുടെ അടുത്ത് നിന്നും തട്ടിയെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഞാനും അവരെ സ്വന്തമാക്കിയിരിക്കുന്നു. ഇപ്പോൾ എല്ലാം എന്റേത് മാത്രമാണ്, ഞാനാണ് യഥാർത്ഥത്തിൽ വിജയിച്ചതെന്ന ഒരു ആത്മവിശ്വാസത്തിലേക്കാണ് സൂമിന് മുന്നോട്ട് പോകുന്നത്. സൂമിന് വിവാഹത്തിന് വേണ്ടി എത്തുമ്പോഴത്തേക്കും ജീവണും സൂമിനിൽ ജീവണിനെ തന്നെ ആയിരുന്നു കണ്ടിട്ടുമുണ്ടായിരുന്നത്. വിവാഹത്തിന് ശേഷം സൂമിന്റെ അമ്മേനെ കണ്ടാൽ സൂമിനെ പോലെ ഒന്നും തോന്നിക്കുകയില്ലല്ലോ എന്നൊക്കെ ഹൈവൺ പറയുമ്പോഴത്തേക്കും ഇതുവരെയായിട്ടും ജീവണ് പോലും സൂമിന്റെ അമ്മേനെ നേരിട്ട് കണ്ടിട്ടില്ല എന്ന കാര്യമൊക്കെ അറിയിക്കുന്നു. ഇപ്പോഴാകട്ടെ പലരും വാടകയ്ക്കൊക്കെ അച്ഛനെയും അമ്മേനെയും കൂട്ടിക്കൊണ്ടൊക്കെ വരാറുണ്ട്. ഇനി അങ്ങനെ വല്ലതും ആയിരിക്കുമോ എന്ന സംശയമൊക്കെ അവരുടെ ഉള്ളിലും ഉണ്ടായിരുന്നു. ജീവണും സൂമിന്റെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള ഒരു ഉറപ്പൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് തന്നെയാണ് സൂമിന്റെ അമ്മ എന്ന വിശ്വാസമൊന്നും അവൾക്കില്ല. സൂമനും അവളുടെ കല്യാണത്തിന്റെ ഇൻവിറ്റേഷൻ ഒക്കെ ഉൺഹോയ്ക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉൺഹോയും വിവാഹമൊക്കെ കൂടുവാനായിട്ട് എത്തിയിരിക്കുന്നു. പക്ഷെ പ്രശ്നം അതല്ല, അവനും ആ ഒരു ഇൻവിറ്റേഷനൊക്കെ ഏജിനെ ഫ്രണ്ട്സിനെ കാണിച്ചപ്പോഴത്തേക്കും അവർ കൂടി കല്യാണത്തിന് വേണ്ടി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അത് സുമിന് ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു. ഏജ് എത്തിയിട്ട് സാധാരണ നിന്റെ കല്യാണത്തിന്റെ ബൊക്കെയൊക്കെ ക്യാച്ച് ചെയ്യേണ്ടത് ജീവനല്ലേ, പക്ഷെ നീ ആകട്ടെ ജീവന്റെ ആളെ തന്നെ തട്ടിയെടുത്തിട്ടാണ് ഈ ഒരു വിവാഹമൊക്കെ നടത്തിയിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ നീ എറിയുന്ന ബൊക്കെയൊക്കെ ആര് ക്യാച്ച് ചെയ്യുമെന്നാണ് അവളുടെ അടുത്തും ചോദിക്കുന്നത്. മാത്രല്ല അമ്മയുടെയും മിൻഹുവിന്റെ ഫാമിലിയുടെ മുമ്പില് മാക്സിമം സൂമിനെ നാണം കെടുത്തുന്നുമുണ്ട്. ഏച്ചിയും ടീമും ആകട്ടെ അമ്മയുടെ അടുത്ത് പോലും കുറച്ച് മോശമായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അതൊക്കെ കണ്ട് ദേഷ്യം വരുന്ന അമ്മയും അവരെ ആ ഒരു വിവാഹവേദിയിൽ വെച്ച് തന്നെ ഇട്ട് ഓടിക്കുന്നു. ജീവന്റെ അടുത്ത് വളരെയധികം മോശമായിട്ടൊക്കെ ആയിരുന്നല്ലോ അവർ ഇതിനു മുമ്പ് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലാണ് അവരും അതിനുള്ള പ്രതികാരമൊക്കെ ചെയ്യുന്നത്. ജീവണും ചിഹോക്കും കൂടി ഒന്നിച്ചാണ് തിരിച്ചു പോകുന്നത്. അങ്ങനെ ഇരിക്കെ ഫുഡൊന്നും കഴിക്കാതിരുന്നിട്ടുണ്ടായിരുന്ന ഹൈയോണും നമുക്ക് ഒന്നിച്ചു പോയി ഫുഡൊക്കെ കഴിച്ചാലോ എന്ന് ഹുൺഹോയുടെ അടുത്തും ചോദിക്കുന്നു. മാത്രല്ല ഈ ഒരു വിവാഹത്തിനൊക്കെ എത്താമെന്ന് ജുറൻ വാക്ക് നൽകിയതായിരുന്നു. പക്ഷെ ജുറാനെ കാണാത്തത് കൊണ്ട് തന്നെ ജുറാൻ എവിടെ പോയെന്നും കൂടി ഹയൂൺ ഓർക്കുന്നുമുണ്ട്. വീക്കെൻഡ് ആയിട്ട് പോലും ജുറാൻ സ്റ്റോർ റൂമിലൊക്കെ വന്ന് ഇരിക്കുകയായിരുന്നു. ലീയും കാര്യമൊക്കെ അവളുടെ അടുത്ത് അന്വേഷിക്കുമ്പോഴത്തേക്കുമാണ് ഞാൻ കുറെ നാൾ മുമ്പ് തന്നെ ഒരു ചെക്കപ്പിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. തിരക്ക് കാരണം അതിന്റെ റിസൾട്ട് മേടിക്കുവാൻ എനിക്ക് സാധിച്ചില്ല. പക്ഷെ ഇന്ന് പോയി അതിന്റെ റിസൾട്ട് ഒക്കെ മേടിച്ചപ്പോഴത്തേക്കുമാണ് എനിക്ക് സ്റ്റൊമക് ക്യാൻസർ ആണെന്നുള്ള കാര്യമൊക്കെ ഞാനും മനസ്സിലാക്കിയതെന്ന് അവളും ലീനെ അറിയിക്കുന്നു.
എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ അവസാനിച്ചു എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ചീവണും ചീഹുക്കും ഒന്നിച്ച് നടന്നു വരുമ്പോഴത്തേക്കും ആയിരുന്നു അവരുടെ വീടിന് മുമ്പിലൊക്കെ യൂറയും നിൽക്കുന്നത്. ഞാനും ചീഹുക്കും തമ്മിലുള്ള വിവാഹമൊക്കെ നേരത്തെ തന്നെ ഉറപ്പിച്ചു വെച്ചതായിരുന്നു. അവനും വിവാഹം വേണ്ടെന്നൊക്കെ പറഞ്ഞു പോയി. പക്ഷെ അതിനുള്ള കാരണം എനിക്കറിയില്ലായിരുന്നു. ഇപ്പോഴാണ് നീ കാരണമാണ് ആ ഒരു വിവാഹമൊക്കെ അവൻ വേണ്ടെന്ന് വെച്ചതെന്ന സത്യം ഞാനും മനസ്സിലാക്കിയതെന്നാണ് യൂറയും പറയുന്നത്. അപ്പോൾ ആ ഒരു സീനോട് കൂടിയാണ് ഇതിന്റെ 11ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.